ഉള്ള അവസാന ദിവസം. കോട്ടയത്തെ അപരന്മാർക്ക് തിരിച്ചടി. ഫ്രാൻസിസ് ജോർജിന്റെ അപരന്മാരുടെ പത്രികകൾ തള്ളി. UDFന്റെ പരാതിയിലാണ് ജില്ലാ വരണാധികാരിയുടെ നടപടി. ഫ്രാൻസിസ് ഇ ജോർജ് എന്നിവരുടെ പത്രികകളാണ് വരണാധികാരിയായ കളക്ടർ തള്ളിയത്. പത്രികകളുമായി ബന്ധപ്പെട്ട UDF വാദങ്ങൾ അംഗീകരിച്ചു. ഇരു പത്രികകളിലും ഒപ്പിട്ടവരെ ഹാജരാക്കാൻ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞില്ല. ഇതിനായി കൂടുതൽ സമയം വേണമെന്ന ആവശ്യം കളക്ടർ അംഗീകരിച്ചില്ല. പിന്താങ്ങിയവരുടെ ഒപ്പ് വ്യാജമെന്ന നിഗമനത്തിലാണ് പത്രിക തള്ളിയത്. വ്യാജരേഖ ചമച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഇരുവർക്കുമെതിരെ കേസെടുക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് അപരന്മാരുടെ അഭിഭാഷകർ അറിയിച്ചു. അപരനായി പത്രിക നൽകിയ കോട്ടയം കൂവപ്പള്ളി സ്വദേശി ഫ്രാൻസിസ് ജോർജ് CPIM ലോക്കൽ കമ്മിറ്റി അംഗമാണ്. തൃശൂർ ഒല്ലൂർ സ്വദേശി ഫ്രാൻസിസ് ഇ ജോർജ് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗമാണ്. അതേസമയം അപരന്മാരുടെ നോമിനേഷന്റെ കാര്യം മുന്നണിയുടെ മേൽ ചാരേണ്ടെന്ന് LDF ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. കേരള വിഷൻ ന്യൂസ്, കോട്ടയം. മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ രാഹുൽ ഗാന്ധി ലജ്ജിക്കുന്നു എന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുസ്ലിം ലീഗ് ഇന്ത്യ മുന്നണിയിലെ അംഗം കൂടിയാണ്. UDFും ലീഗും തമ്മിലുള്ള ബന്ധം ഒളിച്ചുവെക്കേണ്ട ആവശ്യമില്ല. സ്മൃതി ഇറാനിക്കും പിണറായി വിജയനും ഒരേ സ്വരമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു.